കാലത്തിനപ്പുറം പോയി വരാൻ, കരകൾക്കുമക്കരെ പോയി വരാൻ, പെരുമരപ്പാലം പെരുന്തച്ചൻ പാലം, കാലത്തിനപ്പുറം വീടും പാലം. പുഴയോരക്കാവുകളിൽ പുലർമഞ്ഞിൻ തിരയിളകി പുലരി തെയ്യം വരവായി, പുതുപടയണിയുണരുകയായി. മലവാര പെരുദേശം പുളിയന്നൂർ കരയോളം നിരനിരയായി താരമെടുത്തേ മലവാഴിത്തിരയാട്ടം. കോണകം മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് ചുവന്നത്. വിദ്യ കണ്ടോളൂ. ഇത് കുട്ടികളുടെ പാലാമാളൂ. വലിയ വലിയ തമ്പ്രാക്കന്മാരെയും പണ്ഡിതന്മാരെയും ഒക്കെ അഹോന്ന് പറയിപ്പിക്കുന്നതിലും സന്തോഷം കുട്ടികളുടെ കുസൃതി പഠിത്തപ്പോ എനിക്ക് കിട്ടുന്നുണ്ടോ? പെരുന്തച്ഛനും ഇനി കുട്ടികളുടെ കൂടെ കൂടി കൂവാനും കുതൂഹലം കാട്ടാനും ഒക്കെ തുടങ്ങും. എന്താ തുടങ്ങിയത്? ചുട്ടാടി കിട്ടും. കുട്ടികളുടെ അഹമ്മദിക്ക് അതല്ലേ ഉള്ളു മരുന്ന്. മാളു, ഇനിയുള്ള കാലം ഉളിയന്നൂരിൽ തന്നെ കഴിയണം. പുറം ജോലികളൊക്കെ നമ്മുടെ കണ്ണൻ ഏറ്റെടുത്ത് ചെയ്യട്ടെ. എന്താ നിന്റെ അഭിപ്രായം? ഇപ്പൊ കാണാനുള്ള രസം ഇവിടെ ഇരിക്കും. പുതിയൊരു പാലത്തിൽ കയറിയ ആർക്കാരും ചെറിയ പേടിക്കുന്നുണ്ടാവും. അതിനെ കളിയാക്കൊന്നും വേണ്ട, പോണാണെന്ന്. എന്നാലും എന്റെ പുന്നാരമ്മാവ, ഇത്രയും പെട്ടെന്ന് ഇത്രയും കേമാനൊരു പാലം പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് താഴത്തേക്ക് പോവില്ല. ജലനിരപ്പിൽ നിന്ന് അല്പം കൂടി ഉയർത്തിപ്പണിയാമായിരുന്നു. നെടുംതൂണ് 4 മതിയായിരുന്നു. മരപ്പണി കുറപ്പില്ലാത്തോണ്ടാ തൂൺ 6 ആക്കേണ്ടി വന്നത്. ഇതെന്താ മരം? കൊന്നമരം. നീ കൊണ്ട് പോയേ. യോഗേശ്വരത്തെ ഗോപുരം പണിയും നെല്ലിക്കാട്ടിൽ 8 കെട്ടും പെരുന്തച്ഛൻ വേണ്ടാന്ന് ഞാൻ തന്നെ മതി. തമ്പ്രാക്കൾക്ക് ഒരേ വാശി. പെരുന്തച്ഛന് ജാതി ഉണ്ടാക്കിട്ടേ ഉള്ളൂ. മകൻ അച്ഛനേക്കാൾ കേമനാണെന്ന് തമ്പ്രാക്കൾ തുറന്ന് സമ്മതിച്ചല്ലോ. കേട്ടില്ലേ മാളൂ? ഇനിയെല്ലാം അവിടെ ആയിക്കോളും. എനിക്കങ്ങ് വിശ്രമിക്കാം. പക്ഷേ അവന്റെ സ്വരത്തിൽ ഇത്തിരി അഹങ്കാരമില്ലേന്നൊരു സംശയം. അഹങ്കാരമല്ല, ആത്മവിശ്വാസം. എന്തിനാ ഇങ്ങനെ ചിരിക്കണേ? അത്ര വലിയ മഹാത്ഭുതമൊന്നുമല്ല പെരുന്തച്ഛൻ അവിടെ പണിത് വെച്ചേക്കണേ. അത്ഭുതം മക്കളെ, കുട്ടികൾക്കൊരു കൗതുകം മാത്രം. അയ്യത് പോയാ കണ്ണ അച്ഛന്റെ ഈ കൗതുകത്തിലൊക്കെ കണ്ടു പഠിച്ചു. എന്താ? ഞാനവനെ തല്ലി കണ്ണനെ അധിക്ഷേപിക്കാൻ കണ്ടെത്തിയ വിദ്യ കൊള്ളാം. വിദ്യകൾ കണ്ണൻ വിശ്വകർമ്മനൊരുക്കുന്ന വിദ്യകൾ കാണുമ്പോ മിഴിച്ചു നിൽക്കാനേ പറ്റൂ പെരുന്തച്ഛന്. കൗതുകത്തോടെയല്ല, കാരണം തടിയേറ്റതുപോലെ കാണിച്ചു തരാൻ ഞാൻ. നിനക്ക് മുമ്പോടാ അവന്റെ അഹമ്മദിക്ക് താൻ എന്നോട് ക്ഷമിക്കുക. എന്താ ഇത്? ഈ കുട്ടികൾക്കൊരു കൗതുകം അത്ര കരുതിയുള്ളൂ. ഞാൻ കുട്ടിയായ കണ്ണനും അത് കണ്ട് സന്തോഷിക്കുന്നു കരുതി. പക്ഷെ നമ്മുടെ മോനിപ്പോ കളിയും ചിരിയൊക്കെ മറന്ന് വലിയൊരു തച്ചനായി പോയടോ. അങ്ങനെയും പറയോ? കണ്ണൻ അഹങ്കാരി അല്ല. നിഷേധിക്കണ്ടമ്മ. ഞാൻ അറിഞ്ഞല്ലേ ഇത്രയും ദിവസം കണ്ണന്. നമ്മുടെ കണ്ണൻ നാളാകെ മാറി. അമ്മാവനിന്നിപ്പോ അവന് അച്ഛനോ പഠിപ്പിച്ച ഗുരുനാഥനോ അല്ല, പണിയിൽ തോൽപ്പിക്കേണ്ട എതിരാളിയാ. എതിരാളി? എന്റെ മോന് ഞാൻ എതിരാളിയോ മാളൂ? അതെങ്ങനെയാടാ? എന്റെ ഈ ആയുഷ്യനിടയിൽ ഞാൻ ആര് ജയിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചോ അവനോ എന്നെ തോൽപ്പിക്കാൻ ഒരുങ്ങുന്നത്. കുട്ടിക്കാലത്ത് ആന കളിക്കാൻ മക്കൾക്ക് മുന്നിൽ തലകുനിക്കാനുള്ള അച്ഛന് മരണം വരെ മക്കൾക്ക് മുന്നിൽ തലകുനിക്കാൻ മടിയുണ്ടാവില്ല എന്ന് അവൻ അറിഞ്ഞുകൂടോ.
എന്റെ കണ്ണനറിഞ്ഞു. നിങ്ങൾ ഈ പെരുന്തച്ഛനെ ദുഷ്പ്രേരണ കേൾപ്പിക്കും. എന്നും ഇതൊരു പതിവാക്കിയ ഞാൻ ഈ പാവയെ വഴിച്ചൂരെങ്കും മാറ്റും. വേണ്ട, കുട്ടികളല്ലേ, ഒരു 3-4 ദിവസം കൂടിയ കാണൂ. ഈ ആർപ്പും ഘോഷവും ഒക്കെ നിത്യം കാണുമ്പോ നിന്നോളും. എന്തായാലും എന്റെ കണ്ണനും കുട്ടികളുടെ കളി കാണാൻ എത്തിയല്ലോ. അച്ഛന് സന്തോഷായി. ഒരു വയസ്സലും കൂടിയിട്ടുണ്ട് കളി കാണാൻ. ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതെന്താ പറ്റിയേ. മോനെ കണ്ണാ, ഇതിന്റെ പണിയൊക്കെ നോക്കി പഠിച്ചോ. താഴത്തിറങ്ങി നോക്കിയാ മതി, നിസ്സാരാന്ന് മനസ്സിലാവും. വാ. ഇതിന്റെ കണക്കുകൾ പെരുന്തച്ഛന്റെ കണക്ക് കൂട്ടുകൾക്കും അപ്പുറത്താണ്. മുഖത്ത് തന്നെയാണ് മകന്റെ മുമ്പില് തോറ്റ് തുണ്ടാൻ പാടില്ല. വരും ഇതോ ജയം, ഇതോ പെരുന്തച്ഛനെ തോൽപ്പിക്കുന്ന മഹാത്ഭുതം. രണ്ടും മരപ്പാവകൾ തമ്മിലുള്ള മത്സരത്തിൽ തകർന്നു പോകുന്നവനാണ് പെരുന്തച്ഛൻ എന്ന് കരുതിയ നിങ്ങളാണ് മരപ്പാവകൾ. ഇത് കണക്കുകളുടെ ജയമാണ്, മനസ്സുകളുടെ പരാജയമല്ല. മുഖത്തടിക്കുന്ന പാവയുടെ കഴുത്തറുത്ത് മാറ്റുന്ന 3ാമത്തെ പാവയുണ്ടാക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. ജയന്തന് എന്തിന്? പാവകളിയല്ല ജീവിതം. കണ്ണാ, ഇത് നീ ജയിക്കാൻ കളിച്ച കളിയാണെങ്കിൽ അച്ഛൻ തോറ്റു വന്നിരിക്കുന്നു. നീ തോൽക്കാതിരിക്കാൻ